Hello everyone, welcome to Civils 360. So നമ്മുടെ GS2ൻ്റെ എക്സാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് കഴിഞ്ഞ ദിവസം സാറ്റർഡേ. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുറച്ച് പാടായിരുന്നു അല്ലേ, കുറച്ചധികം കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. നമ്മൾ എല്ലായ്പ്പോഴും GS2 കുറച്ച് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതും മാർക്ക് സ്കോറിങ്ങും ആയിരുന്നു. പക്ഷേ ഇത്തവണ UPSC കുറച്ച് മാറ്റി ചോദിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി GS1 വെച്ച് നോക്കുകയാണെങ്കിൽ GS2 ടഫായിരുന്നു. കുറച്ചധികം കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കറണ്ട് അഫെയർസ് വായിക്കുന്ന ഒരു ആസ്പിറൻ്റ് ആണ്. എന്നാൽ സ്റ്റാറ്റിക് പോർഷൻസ് നല്ല രീതിയിൽ അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഈ 20 ക്വസ്റ്റ്യൻസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ലിസ്റ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ടു പ്രൈവസി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ഈ ഒരു റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് 21, 19, 14 ഈ മൂന്ന്, അതായത് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന 14, 19, 21 നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാവൂ. അപ്പോൾ സോ നോർമലി എന്ത് വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്. നമുക്ക് KS പുട്ടസ്വാമി കേസ് എഴുതാൻ പറ്റും. പിന്നെ ഇപ്പോൾ ചോദിച്ചിട്ട് അതിൻ്റെ കോൺഗ്രസ് ചോദിച്ചിരിക്കുന്നതാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് ആയിരുന്നു 2019. ഇത് ആക്ച്വലി May 25, 2026 ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഡിഗ്നിറ്റി, അറ്റോണമി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. കാരണം ഇത് റീസെൻറ്റ് കറണ്ട് അഫെയർസ് ആയിരുന്നു ട്രാൻസ്ജെൻഡർ പേഴ്സൺസിൻ്റെ. സോ അത് റിലേറ്റഡ് ചെയ്ത് പ്രൈവസി, നമുക്കിപ്പോൾ ട്രാൻസ്ജെൻഡർ, ഹോമോസെക്ഷുവാലിറ്റി ഇതെല്ലാം വളരെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു നമ്മുടെ വിമൻ എംപവർമെൻറ്റിൻ്റെ ആണ്. വിമൻ ഞാൻ എപ്പോഴും ലൈക്ക് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, വുമൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മൈനോറിറ്റി ഗ്രൂപ്പാണെന്നും പറയാൻ പറ്റില്ല, അവരൊരു ബാക്ക്വേർഡ് ക്ലാസ് ആണെന്നും പറയാൻ പറ്റില്ല. സെയിം എക്സാക്ട് വേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വിമൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് റെലവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ആർട്ടിക്കിൾ 14 പറയാം, 15 ക്ലോസ് 3 പറയാം, 16 പറയാം. പിന്നെ പഞ്ചായത്ത് രാജ് എടുത്തു കഴിഞ്ഞാൽ 243 ക്ലോസ് D, 243 ക്ലോസ് T ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ ഇതിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഈ വിമൻസ് റിസർവേഷൻ ലോക്കൽ ബോഡീസ് ടു പാർലമെൻറ്റിനകത്ത് വന്നിരിക്കുന്ന 106th അമെൻമെൻറ്റ് എന്തായിരുന്നു, നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് റെലവൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ഈ ഒരു ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. 33% റിസർവേഷൻ. ഇതിനൊരു മൈനോറിറ്റി ആയിട്ട് നിൽക്കാനുള്ള, ഇപ്പോഴും മൈനോറിറ്റി ആണെന്ന് പറയുന്നതിൻ്റെ ഒരു ബാരിയർ എന്ന് പറയുന്നത് പേട്രിയാർക്കൽ സൊസൈറ്റി ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് ലൈക്ക് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുകയും എൻ്റെ കൂടെ ആർട്ടിക്കിൾസ് ആഡ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു ഇത്. ദെൻ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് നമുക്ക് പാർലമെൻറ്റ്. സോ പോളിറ്റി എന്ന സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പാർലമെൻറ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, പിന്നെ പാർലമെൻ്ററി സിസ്റ്റം, ഇതിൽ നിന്നൊക്കെയാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ കുറച്ച് ട്വിസ്റ്റായിട്ടും കുറച്ച് കറണ്ട് ഇവൻറ്റ്സ്, കറണ്ട് അഫെയർസ് വളരെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ 3 വരുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 3 വരുന്നത് ലോക്സഭാ സ്പീക്കറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ഓഫ് ലോക്സഭാ സ്പീക്കർ ഇപ്പോൾ വളരെ വൾണറബിൾ ആവുകയാണ് ടു പാർട്ടീഷൻ പൊളിറ്റിക്സ്. പാർട്ടീഷൻ പൊളിറ്റിക്സ് നമുക്ക് ഇൻഡിപെൻഡൻറ്റ്, അഡ്ജുഡിക്കേറ്റീവ്, ഫിക്സഡ്, സ്റ്റാറ്റ്യൂട്ടറി നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ആൻഡ് ഇസ് അണ്ടർ ദി കറൻറ്റ് ആൻറ്റി ഡിഫെക്ഷൻ റിജിം. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ 93 പറ്റി എഴുതാം, 10th സ്കെഡ്യൂളിനെ പറ്റി എഴുതാം. ബിക്കോസ് ലൈക്ക് 10th സ്കെഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സ്പീക്കർ യൂഷ്വലി ബിലോങ് ടു ദ റൂളിംഗ് പാർട്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്നത് നമുക്ക് വേണ്ടി, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡിലേ ഇൻ ഡിസിഷൻ, നമുക്ക് ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ എന്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ആണ് വേണ്ടത്, ന്യൂട്രാലിറ്റി, ലോക്സഭാ സ്പീക്കർ ന്യൂട്രാലിറ്റി എൻഷുർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഫിക്സഡ്, സ്റ്റാറ്റ്യൂട്ടറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി കഴിയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസിനകത്ത്. ആ ഒരു കാര്യങ്ങളൊക്കെ എഴുതാനൊന്നും പറ്റുന്നതാണ്. 93 ആർട്ടിക്കിൾസ്, നിങ്ങൾ എപ്പോഴും പൊളിറ്റി ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ആർട്ടിക്കിൾസ് മെൻഷൻ ചെയ്യാണ്ടിരിക്കരുത്. അത് മെൻഷൻ ചെയ്യാതെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. സോ 93 ആർട്ടിക്കിൾസ് വെച്ച് എഴുതി കഴിഞ്ഞാൽ ഇതൊരു
ലൈക്ക് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മീഡിയം ടു ഡിഫിക്കൽട്ട് ലെവലാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു നമ്മുടെ റൈറ്റ് ടു വോട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ? അഫ്കോഴ്സ് അല്ല, ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഐറ്റം. ഫസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇത് വന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓഫ് ദ റിവിഷൻ ഓഫ് ഇലക്ട്രോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഓർമ്മ വരും എന്താണ് നമ്മുടെ SAR. കുറേ ഇതിൻ്റെ കറണ്ട് ഇവൻറ്റ്സ്, കറണ്ട് അഫെയർസ് ഇഷ്ടം, ഞങ്ങളുടെ ഇവിടെ സിവിൽ 360യുടെ കറണ്ട് അഫെയർസ് ക്ലാസ്സിലൊക്കെ ഇഷ്ടം പോലെ പറയുന്ന ഒരു ഏരിയ ആയിരുന്നു SAR. ആ SAR ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ പറയേണ്ടത്. ആർട്ടിക്കിൾ 324, 326, പിന്നെ RPA ആക്ട് പറയാം. Then can it also examine the question of citizenship of voters? Very good. ഇതെന്ന് വെച്ചാൽ നമുക്ക് പറ്റുമോ? യെസ്, ബട്ട് ലിമിറ്റഡ് ആണ് അല്ലേ, നമുക്ക് അതൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റുന്നതാണ്. സോ ഇത് റിലേറ്റഡ് ടു കറണ്ട് അഫെയർസ് ആണ്. ഇത് ആക്ച്വലി കുറച്ച് ഈസിയാണ് ബിക്കോസ് SARനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ കമ്മീഷനെ കുറിച്ചാണ്. 338A ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെഷേഴ്സ് ടു എൻഹാൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫക്ടിവ്നെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് ക്വസ്റ്റ്യൻ വരും, നോർമലി വരാറുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷനൊക്കെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ സ്കെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും സ്കെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും ക്വസ്റ്റ്യൻ വരും. കാരണം അത് ഈ ഒരു 3 ഏരിയ, ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, SC ST, ഈ ഒരു 3 ഏരിയാസിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് കംപ്ലയിൻറ്റ് റിഡ്രസലിനൊക്കെ ഈ കമ്മീഷൻ അത്യാവശ്യമാണെന്നും സിവിൽ കോഡ് പവേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ മെഷേഴ്സിന് ലൈക്ക് എന്താണ് പെനാൽറ്റി കൊടുക്കാം, ടൈം ബൗണ്ട് വേണം, അങ്ങനത്തെ പല കാര്യം നമുക്ക് മെഷേഴ്സിലൊക്കെ എഴുതാൻ പറ്റുന്ന ഇറ്റ്സ് കുറച്ച് ഈസി. ഇതിനൊരു 5 റേറ്റിന് എനിക്ക് ഒരു ഈസി ലെവൽ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു 3.5 to 4 നമുക്ക് കൊടുക്കാൻ പറ്റും, ഈസി ലെവൽ. ദെൻ ഇന്ത്യസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് പോളിസിയാണ് 6th ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്കിവിടെ ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഒക്കെ ട്രൈബലിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി അഗസ്ത്യമല എവിക്ഷൻ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു കറണ്ട് അഫെയർസിനകത്ത്. ആ ഒരു ടോപ്പിക്സും റിലേറ്റ് ചെയ്ത് എന്താണ് ട്രൈബൽ ആൾക്കാർ, ഫോറസ്റ്റ് ട്രൈബൽ ആൾക്കാർ അവരവിടുന്ന് മാറ്റുന്നുണ്ട് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ ഉണ്ടായിരുന്നു. അത് പ്യുവർ കറണ്ട് അഫെയർസ് ആണ്. ഇത് പ്യുവർ കറണ്ട് അഫെയർസ് ആണ്. ബട്ട് ഇതിനകത്ത് കറണ്ട് അഫെയർസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലൈക്ക് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. 244 എഴുതാം, 5th and 6th സ്കെഡ്യൂളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പെസ ആക്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ ഈസ് ഓൾസോ പബ്ലിക് ഹെൽത്ത് കൺസേണിൽ വരുന്ന കാര്യങ്ങളാണ്. അതും നമുക്ക് നോർമലി എഴുതാൻ പറ്റുന്ന ഒരു തരം ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് വൈ മാൽന്യൂട്രീഷൻ ഈസ് സോഷ്യൽ ഇക്വിറ്റി ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ ഇൻഇക്വാളിറ്റി, ജെൻഡർ ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഇത് നോർമലി പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അത്ര ഡിഫിക്കൽട്ട് അല്ല. കറണ്ട് ഈവൻസും കുറച്ച് സൊസൈറ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ അത്ര ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഈസി ക്വസ്റ്റ്യൻ. ഈസി എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, 1-2 ഈസി ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവില്ല, അതിലൊരു ഈസി ക്വസ്റ്റ്യൻ പറയാം. ഇതിന് മാർക്ക് സ്കോറിങ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ദെൻ ലൈക്ക് 8th ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഇന്ത്യൻ സിവിൽ സർവീസസിൻ്റെ ആണ്. ഇത് ഗവർണൻസ് ആണ്. ജനറലിസ്റ്റിക് സ്പെഷ്യലിസ്റ്റിക് അപ്രോച്ച് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് ഗവർണൻസിൽ നമ്മൾ സ്ഥിരമായി പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഇച്ചിരി ഒരു നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഗവർണൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നാലും അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ഇറ്റ്സ് ലൈക്ക് എ മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ. ദെൻ IPM-DA ഇസ് ക്വാഡ്സ് ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോർ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ആണ്. ഇത് നമ്മുടെ IR റിലേറ്റഡ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതാണ്. ഇത് ബ്രിക്സ് വരും, എപ്പോഴും വരുന്നതായിരുന്നു ബ്രിക്സ്. പിന്നെ ചൈന ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്, ദെൻ അരുണാചൽ പ്രദേശ്, അഫ്ഗാനിസ്ഥാൻ, അങ്ങനത്തെ ചൈന, അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ പാകിസ്ഥാൻ, ഈ റീജിയനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ബ്രിക്സ്, പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കുക. അതിന് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, എൻ്റെ ലെവൽ കുറച്ച് മാറിയെന്നേ ഉള്ളൂ. ദെൻ ബ്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ, യെസ് ദാറ്റ് ഈസ് ബ്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ച് എഴുതാം. ബ്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് ദെൻ റോൾ ഓഫ് ബ്രിക്സ് ഇൻ പ്രൊജക്റ്റിംഗ് ഇറ്റ് സെൽഫ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു അതർ ഗ്രൂപ്പിംഗ്സ്. ഇപ്പോൾ ബ്രിക്സിനെ കുറച്ച് എൻഹാൻസ് ചെയ്ത് എഴുതണം. ബ്രിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ ബ്രിക്സ്, IMF ഒക്കെ പഠിക്കുന്ന സമയത്ത് ലൈക്ക് ബ്രിക്സ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നോർമലി ഒരു സീരിയസ് ആസ്പിറൻറ്റ് ബ്രിക്സ് പഠിക്കാണ്ട് പോകില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി കറണ്ട് ഈവൻസും കൂടെ ആഡ് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് എ മീഡിയം ടു ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണ്.
The 11th is polity, position of governor. ഗവർണറിൻ്റെ പൊസിഷൻ ആർട്ടിക്കിൾ 153 to 162 വരെ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഹിസ് പവർ വൈൽ ഗിവിംഗ് അസെന്റ് ടു എ ബിൽ പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. റീസെൻ്റ്ലി ഉണ്ടായിരുന്നു, ഗവർണറിന് ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല ബില്ല്, ഒന്നെങ്കിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വിടണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഹി ബൗണ്ട് ബൈ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ഹിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നോ അല്ലേ, ഒരിക്കലും അത് ബൗണ്ടഡ് അല്ല. ബിക്കോസ് ഹീ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏജന്റ് അല്ലേ, ബിറ്റ്വീൻ ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏജന്റ്, ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിങ്ക് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. ഹീ ഈസ് എൻ ഏജന്റ് ഫ്രം ദ സെന്റർ. സോ വി കനോട്ട് സേ ദാറ്റ് ഹീ ഈസ് ബൗണ്ട് ബൈ അല്ലേ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ആയിട്ട് വരാൻ പറ്റും. പ്രസിഡന്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് സർക്കാർ പുഞ്ചി കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, കുറച്ച് ഈസിയാണ് അല്ലേ, എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. നോർമലി നമുക്ക് GS2 GS1 വെച്ച് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും. ഇത്തവണ അങ്ങനെ നമുക്ക് എല്ലാം എഴുതാൻ പറ്റില്ല, ഒരു 4-5 ക്വസ്റ്റ്യൻ ഓക്കെയാണ്, ബട്ട് ബാക്കി ഇച്ചിരി പാടായിട്ട് കാണുന്നതാണ്. ദെൻ 12th ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ജുഡീഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് പാസീവ് യൂത്തനേഷ്യ. ഈ ക്വസ്റ്റ്യൻ വരാനുള്ള റീസൺ നിങ്ങൾക്ക് എല്ലാവരും കണ്ടപ്പോൾ മനസ്സിലായി കാണാം. എന്നിട്ട് ഹാരിസ് റാനയുടെ കേസാണ്, പാസീവ് യൂത്തനേഷ്യ ഹാരിസ് റാനയുടെ കേസാണ് 2026 വന്ന. അപ്പോൾ അതും റിലേറ്റ് ചെയ്ത ഒരു ഈ കറണ്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കോഡ്സിൻ്റെ കാര്യം പറയുന്നത്. ദെൻ 13 ഈസ് റിലേറ്റഡ് ടു ലൈക്ക് നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസം ആർട്ടിക്കിൾസ് നമുക്ക് എഴുതാൻ പറ്റും. 371 to 371J, 5th and 6th സ്കെഡ്യൂൾ ഫെഡറേഷൻ്റെ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ദെൻ ഹൈലൈറ്റ് ദി റോൾ ഓഫ് അസിമെട്രിക് ഫെഡറലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 371 371J നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് ക്വൈറ്റ് മീഡിയം ടു ഡിഫിക്കൽട്ട് ആണ്. ദെൻ 14 ഈസ് കമ്പാരിസൺ ആണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റം ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനകത്ത്. ആൻഡ് ഓൾസോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ് ഓഫ് ദി USA. കാരണം പ്രസിഡന്റ് ഓഫ് ദി USA ആകുമ്പോൾ സെനറ്റിൻ്റെ അഡ്വൈസ് ഇതെല്ലാം വരുന്നുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ ഹീ ഈസ് ദ മെയിൻ അല്ലേ, നമ്മുടെ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പം ഇവിടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആണ്. സോ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പാർലമെൻ്ററി പ്രസിഡന്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പ്രൈം മിനിസ്റ്ററിന് അതിൻ്റേതായ റോളുണ്ട്. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പറയുന്ന രീതിയിലും പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പറയുന്ന രീതിയിലാണ് നമ്മുടെ പ്രസിഡന്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബട്ട് കൺസിഡറിങ് USA പ്രസിഡന്റ് ഒരിക്കലും ആ രീതിയിലല്ല പോകുന്നത്. സെപ്പറേഷൻ ഓഫ് പവർ നമുക്ക് എന്താണ് സെപ്പറേഷൻ ഓഫ് പവർ അങ്ങനെ ഇല്ല. ഇഫ് യു കൺസിഡറിങ് USA they have strict separation of power ആണ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ നിങ്ങളിവിടെ കൊണ്ടുവരണം. ആദ്യം നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇന്ത്യ USA കമ്പാരിസൺ ഒരു ബോക്സ് ആക്കി എഴുതിയതിന് ശേഷം അതിൽ നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെയും പ്രസിഡന്റ് ഓഫ് USAയുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കുറച്ച് പോയിന്റ്സ് എഴുതുക, USA ഒരു കമ്പാരിസൺ പോലെ എഴുതിയാൽ മതി. ഇത് കുറച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയാം, ഒരു 5 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 15 പ്രഷർ ഗ്രൂപ്പ്സിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഇറ്റ്സ് റിലേറ്റഡ് ടു ഗവർണൻസ്. പ്രഷർ ഗ്രൂപ്പ്സിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 224 ഇലക്ട്രൽ ബോണ്ട് ജഡ്ജ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. പ്ലൂറലിസ്റ്റിക് ഡെമോക്രസിയൊക്കെ വെച്ചിട്ട് പ്രഷർ ഗ്രൂപ്പ്സ് എപ്പോഴും വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അത് നോക്കാണ്ട് പോകരുത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ വി ഹാവ് ലൈക്ക് 16 വരുന്നത് റൂൾ ഓഫ് ലോ, പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്, നമ്മുടെ RTA ആക്ട് എഴുതാം, ഗവർണൻസ് എഴുതാം. Then transparency, accountability ആണ്, like it is about controlling corruption. So this is very important. അത് നിങ്ങൾക്ക് കുറച്ച് മീഡിയം ടു ഡിഫിക്കൽട്ട് എഴുതാൻ പറ്റുന്നതാണ്. Then next is about rights based welfare. Is can the constitutional mandate of rights based welfare be effectively realized in the context of non-integrated governance and minimal public investment? സോ ഇതിനകത്ത് നമുക്ക് BBG ഗ്രാംജിയുടെ കാര്യം എഴുതാം. ദെൻ RTA ആക്ട്, സോഷ്യൽ ഓഡിറ്റ്, സോഷ്യൽ വെൽഫെയർ, ഗവർണൻസിൻ്റെ കാര്യം. റൈറ്റ് ബേസ്ഡ് വെൽഫെയർ എഫക്റ്റീവ് ആണോ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്ററി ആണോ? ഇതൊരു ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് ചിന്തിച്ചെഴുതണം. കറണ്ട് ഇവൻറ്റ്സും സൊസൈറ്റി ബന്ധപ്പെട്ട് ഗവർണൻസിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് ചിന്തിച്ചെഴുതണം നമ്മൾ. 18 നമുക്ക് എഡ്യൂക്കേഷൻ്റെ കാര്യം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എഡ്യൂക്കേഷൻ നമ്മൾ വെൽഫെയർ ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന രീതിയിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് സമഗ്ര ശിക്ഷ, PM പോഷൻ ഒക്കെ ആർട്ടിക്കിൾ 21A, 39E to F എടുക്കാം, 41, 45 ഒക്കെ നമുക്ക് ആർട്ടിക്കിൾസ് മെൻഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ്. സോ ഇൻ ദ കറണ്ട് സെനാരിയോ എഡ്യൂക്കേഷന് പ്രാധാന്യം നമുക്ക് ഇത് എടുക്കേണ്ടി വരും. ദെൻ 19
ഇന്റർനാഷണൽ റിലേഷൻ ആണ്. ഇതൊക്കെ നമ്മുടെ ഇതിനകത്ത് പറയുന്ന മിക്ക ഏരിയാസ് നമ്മുടെ കറണ്ട് അഫെയർസിലുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻസ് റിഫ്ലക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ദെൻ ഇതിനകത്ത് നമ്മുടെ എക്കണോമിക് ബ്രിഡ്ജ്, കൾച്ചറൽ ഡിപ്ലോമസി എഴുതാം, പിന്നെ എന്താ എഴുതാം, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എഴുതാം, ക്രൈസിസ് ഡിപ്ലോമസി ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ചൈന ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്. സോ ദിസ് ഈസ് ലൈക്ക് സ്ട്രിങ് ഓഫ് പേൾസ് അല്ലെ, ചൈന പാക് എക്കണോമിക് കോറിഡോർ. ഇത് ഉറപ്പായിട്ട് നമുക്കൊരു ചൈന റീജിയൻ നമ്മുടെ ഇൻ്റർനാഷണൽ പഠിക്കാൻ എങ്ങനെയാണത്, ഇന്ത്യ ചൈന ദെൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ പാകിസ്ഥാൻ, അരുണാചൽ പ്രദേശിൻ്റെ ഈ അരുണാചൽ പ്രദേശും ഈ ചൈനയും തമ്മിലുള്ള ഒരു പോർഷൻ്റെ കാര്യങ്ങളും, പിന്നെ നമുക്ക് ലൈക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. സോ കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും സ്കോർ ചെയ്യാൻ പറ്റേണ്ട ഏരിയാസ് നമുക്കുണ്ട്. UPSC നമുക്ക് എപ്പോഴും കുറച്ച് ഏരിയ ഇട്ട് തരും. എന്തിനാണ്, നമുക്കത് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള. സോ ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഓൾസോ നമുക്ക് ഡീറ്റെയിൽഡ് ഓരോ ക്വസ്റ്റ്യനും ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിത്ത് ആൻസേഴ്സ് ആയിട്ടുള്ള സെഷൻ നമുക്ക് യൂട്യൂബിൽ ഉടനെ തന്നെ ഉണ്ടാകും. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴത്ത് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കാം. സോ എല്ലാവർക്കും ഇനി ഓപ്ഷനിൽ വരികയാണ്, നല്ല രീതിയിൽ ഓപ്ഷൻസ് ഒക്കെ പഠിച്ചെഴുതുക. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വരട്ടെ. സോ ബി ഹാപ്പി, ബി പോസിറ്റീവ്, ആൻഡ് താങ്ക് യു, ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ സൂൺ. ബൈ.